ഹായ്, ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ട്രിഗണോമെട്രിയുടെ കുറച്ച് ആപ്ലിക്കേഷൻസുകൾ പരിചയപ്പെടാം. നമ്മൾ ത്രികോണമിതി കുറേ പഠിച്ചു, ഇനി ഇതെന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ കൂടെ മറ്റൊരു ട്രിഗണോമെട്രി റേഷ്യോ കൂടി നമുക്കിന്ന് പഠിക്കാം. ഏതാണെന്നല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നോക്കുക, നമ്മുടെ ചോദ്യം ഇതാ ഇവിടെ കിടക്കുന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളൊരു ചോദ്യമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ. ഒരു ഏണി എന്ത് ചെയ്തിരിക്കുന്നു? ഒരു മതിലയിൽ ചാരി വെച്ചിരിക്കുന്നു. വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 meters away ഫ്രം ദ വാൾ ആൻഡ് ദ ആംഗിൾ വിത്ത് ദ ഫ്ലോർ ഈസ് 40 degree. അതായത് ചിത്രം വരച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ഏണി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മതിലിൻ്റെ മേളിൽ ചാരി വെച്ചിട്ടുണ്ട്. ആ മതിലും ഏണിയുടെ ചുവടും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെറിയ ചാരി വയ്ക്കുക. ആ അകലം എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്ററാണ്. അപ്പോൾ ഏണിയുടെ ചെരിവ് അല്ലേ, നമ്മൾ കുത്തനെ വയ്ക്കാം, ഇങ്ങനെ ചരിക്കാം, കുറേ ചരിച്ച് വയ്ക്കാം. അപ്പോൾ ആ ചെരിവ് എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്? അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന്, നിലത്ത് നിന്ന് എത്ര അകലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഏണി ചാരി വച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഏകദേശ ചിത്രം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഏകദേശ ചിത്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ട്രിഗണോമെട്രി നമുക്ക് എപ്പോഴും, നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, മട്ടത്രികോണത്തിലാണ്. മട്ടത്രികോണം വരയ്ക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരാംഗിള് 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഞാൻ മതിലിങ്ങ് വരച്ചു. ഓക്കെ, മതിലിന് ഡെക്കറേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വര മതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ നിന്നാണ് ഏണി ചാരി വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏണി വരെയുള്ള നീളം ഞാൻ വരച്ചു. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്നത് ആ മതിലാണ്. ദെൻ BC എന്ന് പറയുന്നത് എവിടെയാണ് ഏണി ചാരി വെച്ചിരിക്കുന്നതാണ്. ഇനി സിയിൽ നിന്ന് ഞാൻ ഏണി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചാരി വയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ A എന്നുള്ള പേര് തൽക്കാലം ഞാൻ അവിടെ മായ്ച്ചു കളയാം കേട്ടോ, അവിടെ എഴുതുന്നില്ല. ആ A ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. ഓക്കെ, മതിലുണ്ട്, മതിലിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. AC എന്ന് പറയുന്ന ഏണിയാണ്. അപ്പോൾ തറയും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഏണി തറയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. കണ്ടോ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ദ ആംഗിൾ വിത്ത് ദ ഫ്ലോർ ഈസ് 40 ഡിഗ്രി. 40 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഒരു മട്ടത്രികോണം കിട്ടിയില്ലേ? മട്ടത്രികോണം ABC, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC. ഇനി ഇതിനകത്ത് തറയിൽ നിന്ന് എത്ര അകലെയാണ് ഇത് വെച്ചിരിക്കുന്നത്? 2 മീറ്റർ അകലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, ഈ മട്ടത്രികോണത്തിൻ്റെ ഒരാംഗിൾ 40 ഡിഗ്രിയാണ്. ആ ആംഗിളിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്, അടുത്തുള്ള വശം തന്നിട്ടുണ്ട് അല്ലേ? സമീപ വശം തന്നിട്ടുണ്ട്. സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻ സൈഡ് തന്നിട്ടുണ്ട്. നമുക്കിനി കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? ഈ ഏണി എത്രത്തോളം ഹൈറ്റിലാണ്, ഇത്രയും ഹൈറ്റിലാണ് ഈ ഏണി ഇരിക്കുന്നത് അല്ലേ? എത്രത്തോളം ഹൈറ്റിലാണ് ഈ ഏണി ചാരി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ത്രികോണത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ട്രയാങ്കിളിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ അഡ്ജസൻ സൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡാണ്. ഓക്കെ, എതിർവശമാണ്. നോക്കണം മക്കളെ, അഡ്ജസൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റും. ഓക്കെ, ഓപ്പോസിറ്റ് 2 വശങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് സമീപവശം വരുന്നുണ്ട്, അതുപോലെ എന്ത് വരുന്നുണ്ട്? എതിർവശം വരുന്നുണ്ട്. എതിർവശം, സമീപവശവും എതിർവശവും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ടാൻ. എന്താ വിളിക്കുന്നത്? ടാൻ. ഓക്കെ, ടാൻ പുതിയൊരു, നമ്മൾ സൈനും കോസും പഠിച്ച പോലെ തന്നെ ഉള്ള ആളാണ് ടാൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടാൻ എന്ന് പറഞ്ഞാൽ ടാൻ ഈസ് ഈക്വൽ ടു ടാൻ സി എന്നോ ടാൻ 40 എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ, ഒരു ആംഗിൾ അവിടെ ഉണ്ടായാൽ മതി. ടാൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എന്താണ്? അഡ്ജസൻ സൈഡ്. ഓക്കെ, ഓപ്പോ ബൈ അഡ്ജസൻ എന്ന് എഴുതി വെച്ചാൽ പോരാ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ സൈഡ്, അതായത് എതിർവശം ഡിവൈഡഡ് ബൈ
എതിർവശം ഡിവൈഡ് ബൈ സമീപവശം. എതിർവശം ഡിവൈഡ് ബൈ സമീപവശം. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എതിർവശവും സമീപവശവുമാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധമാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണ്? ടാൻ ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? നമുക്ക് ഈ ചോദ്യത്തിലും സെയിം ആണല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡാണ്. 2 മീറ്റർ എന്ന് തന്നിരിക്കുന്നു ഈ ട്രയാങ്കിളിൻ്റെ അല്ലേ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. എതിർവശവും സമീപവശവും ഒന്നും നോക്കണ്ട, എടുത്ത് ചാമ്പിക്കോളാം. എന്താണ്? ടാൻ. തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. ടാൻ 40 ഡിഗ്രി സമം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് അറിയാവോ? അറിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കാം. അറിയില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? കണ്ടുപിടിക്കാൻ പോവാം നമ്മൾ. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അറിയാവോ? അളവ് തന്നിട്ടുണ്ടാവും. എത്രയാണ്? 2. അപ്പോൾ ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ 2. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണല്ലേ. എ ബി ഈസ് ഈക്വൽ ടു, ഈ 2വിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു അല്ലേ, ഹരിക്കണം 2, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം എന്നാവും അല്ലേ. ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 2 ഇൻറ്റു ടാൻ 40, 2 ഇൻറ്റു ടാൻ 40. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടാൻ 40ൻ്റെ വില എത്രയാണെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 124 നോക്കിക്കേ. ടാൻ 40 എത്രയാണെന്ന് നോക്കിക്കേ. ടാൻ 40ൻ്റെ വാല്യൂ എത്രയാണ്? 0.8391. ഏകദേശം അങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. ടാൻ 40 ഡിഗ്രി സമം. അങ്ങനെയെങ്കിൽ ഇവനെ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം. അപ്പോൾ റൗണ്ട് ചെയ്താൽ എന്ത് കിട്ടും? 0.8. 3 കഴിഞ്ഞുള്ള ഡിജിറ്റ് നോക്ക്. 3 നമുക്ക് മഞ്ഞ കളറിൽ വയ്ക്കുക. ഇവനെയാണ് മാറ്റേണ്ടത്. 3 കഴിഞ്ഞുള്ള ഡിജിറ്റ് 9 ആണല്ലേ. ഞാൻ പറഞ്ഞായിരുന്നല്ലേ 5 ഓർ മോർ, 5ൽ കൂടുതലാണെങ്കിൽ 1 ഇപ്പുറം കൂട്ടുക എന്ന്. അപ്പോൾ 3ന് അപ്പുറം ഉള്ളത് 9 ആണ്. അപ്പോൾ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ, ഏകദേശ വില, അപ്രോക്സിമേറ്റ്ലി വളഞ്ഞ് ഈക്വൽ ടു ഞാൻ എഴുതി വെച്ചേക്കുന്നത് 0.84. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ 40ൻ്റെ വില എത്രയാണ്? 0.84 എന്ന് നമുക്ക് കിട്ടി. ഇനി 0.84 നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം അല്ലേ. നമുക്ക് ഇവിടെ ഗുണിച്ചാലോ? ഇവിടെ ഗുണിക്കാം. 84 ഗുണിക്കാൻ, പോയിൻ്റുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. സാധാരണ നമ്പർ ഗുണിക്കുന്ന പോലെ ഗുണിച്ചാൽ മതി. പക്ഷേ ആൻസർ വരുന്ന സമയത്ത് പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് സാധാരണ 84 ആണെന്ന് വിചാരിച്ചോളൂ. 2 ഇൻറ്റു 4, 2 4s are 8 അല്ലേ. 2 4 8. ദെൻ 2 8 16, 16 ആണോ. ദെൻ ഇനി നോക്കുക, പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് കണ്ട്? 1 ആൻഡ് 2. ആ 2 ഡിജിറ്റ് ഇവിടെ നിന്ന് എണ്ണണം. ഓക്കെ, 1 2. ദെൻ ഇവിടെ നമുക്ക് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 1.68 മീറ്റർ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാം. എ ബി ഇസ് ഈക്വൽ ടു 1.68 മീറ്റർ. അതായത് 1.68 മീറ്റർ ഉയരത്തിലാണ് ഏണി ചാരി വച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സംഭവം ക്ലിയർ ആണോ? ആണല്ലോ. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് മറ്റ് ചോദ്യങ്ങളൊക്കെ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളുമായിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ വരുന്നത്. എന്തായാലും നമ്മളൊരു 3 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യുന്നുണ്ട്. 3 വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം, സിമ്പിളാണ്. നന്നായിട്ട് നോക്കുക. ടേക്ക് കെയർ, ബൈ.